പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പി കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടച്ചക്ക തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഉപ്പ് കലക്കിയ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിറം ഒന്നും മാറിപ്പോകത്തില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇനി ഞാനിതാ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്, വലിയ 2 സവാള. ചെറുതാണെങ്കിൽ 3ഓ 4ഓ ഒക്കെ എടുക്കാം കേട്ടോ, തീരെ ചെറുതാണെങ്കിൽ. അപ്പോൾ ഈ സവാളയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വാടി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനൊരു 1.5 സ്പൂണ് ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂണ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 സ്പൂണ് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി ഈ തക്കാളിയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്കയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ അരപ്പും കടച്ചക്കയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടണം, അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഒരല്പം ഉപ്പ് മാത്രം നമുക്ക് സവാള വാടി കിട്ടാൻ വേണ്ടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ, വലിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ നല്ല വിളഞ്ഞ കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് വറ്റിച്ചെടുക്കാം. വരട്ടിയെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കടച്ചക്ക പെരളൻ ഇവിടെ റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ സമയം ഞാനിതാ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ബാക്കി ഇപ്പോൾ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്താൽ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മടിക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇതുവരെ സ്നേഹിച്ച് കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാർക്കെല്ലാം വളരെ നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.